ഒടിയൻ എം.ടി. വാസുദേവൻ നായർ. ഭാഗം 2. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. 3 കാലേ ഉള്ളൂ എന്ന് കണ്ടിട്ടാവണം. ഒടിയൻ കാളയ്ക്ക് 3 കാലേ ഉണ്ടാവൂ. അതാണ് തിരിച്ചറിയാനുള്ള വിദ്യ. നിലവിളിച്ച് താഴെ വീണു. പിന്നെ ഒന്നും ഓർമ്മയില്ല. വീട്ടിലെത്തിക്കാനാത്തതുകൊണ്ട് മരുമക്കൾ തിരിഞ്ഞു വന്നപ്പോൾ വരമ്പത്ത് കിടക്കുകയാണ്. കരുവാളിച്ച് മൂക്കിൽ നിന്ന് ചോരയൊഴുകി ശങ്കരൻ നായർ മരിച്ചു. നല്ല ധൈര്യമുള്ളവർക്ക് ഒടിയനെ ഭയപ്പെടാനില്ല. ഒടിയന്മാർ ശത്രുക്കളെ മാത്രമേ ഉപദ്രവിക്കുള്ളൂ അത്രേ. പടിക്കപ്പറമ്പിൽ അച്യുതൻ നായർ ഒടിയനെ കണ്ടതാണ്. അയാൾ തന്നെയാണ് പറഞ്ഞത്. ആര്യമ്പാടത്തെ കൂത്ത് കണ്ട് അയാൾ വരികയായിരുന്നു. വഴിക്ക് കൈതപ്പോന്തയുടെ അടുത്തായി ഒരു കൂറ്റൻ നിൽക്കുന്നു. അച്യുതൻ നായർക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു ചോദ്യം: ഉണ്ണിപ്പേരേനോ കണ്ടങ്കാളിയോ? കൂറ്റൻ അനങ്ങിയില്ല. സത്യമുള്ള കരുവാണെങ്കിൽ വഴി മാറട്ടെ എന്ന് പറഞ്ഞ് ഒരടി വെച്ചു. അപ്പോൾ കൂറ്റൻ മുക്കറയിട്ട് ഒരോട്ടം. അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. തിരിഞ്ഞു നോക്കരുത്, നോക്കിയാൽ പോയി. പാണൻ ഉണ്ണിപ്പേരൻ വലിയ ഒടിയനായിരുന്നു അത്രേ. അവൻ ഇപ്പോഴില്ല. ചിലർ പറയുന്നു ജയിലിലാണെന്ന്. അവൻ്റെ ഒടി സഹിക്കവയ്യാതായപ്പോൾ ആളുകൾ ചിലർ ചേർന്ന് ഉച്ചയ്ക്ക് കുന്നിൻ പുറത്തിട്ട് തല്ലിക്കൊന്ന് കുഴിച്ചിട്ടുവെന്നും പ്രസ്താവമുണ്ട്. രണ്ടായാലും വേണ്ടില്ല, ഭയപ്പെടാനില്ലല്ലോ. എന്നാലും കണ്ടങ്കാളി ബാക്കിയുണ്ട്. അവൻ ഇപ്പോഴും പറച്ചക്കന്മാരെ ഒടി പഠിപ്പിക്കുന്നുണ്ടത്രേ. കണ്ടങ്കാളിയുടെ തന്തയും വലിയ ഒടിയനായിരുന്നു അത്രേ. അവനെ ഒരു മന്ത്രവാദി പിടിച്ചു ചൂടുവെച്ചു. അതിൻ്റെ ശേഷം ഒടിച്ചിട്ടില്ല. അവനും മരിച്ചുപോയി. ഭാഗ്യം. മുത്തശ്ശിയാണ് മന്ത്രവാദി ഒടിയനെ പിടിച്ച കഥ പറഞ്ഞത്. മുത്തശ്ശിക്ക് ചെറുപ്പമായിരുന്ന കാലത്ത് അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദിയായിരുന്നു എരോമൻ നായർ. അയാൾ ഒരു വേലിക്കളയിലും കഴിഞ്ഞു വരുമ്പോൾ നേരം പാതിര. വഴിയിൽ ഒരു പശുക്കുട്ടിയോളം വലിപ്പമുള്ള ഒരു നായ നിൽക്കുന്നു. എരോമൻ നായർക്ക് ഉടനെ കാര്യം മനസ്സിലായി. തൻ്റെ ശത്രുക്കളായ മന്ത്രവാദികൾ ആരോ ഒടിയനെ അയച്ചതാണ്. ആ ജന്തു മുരണ്ടു. ഉണ്ണിയുടെ ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. മന്ത്രവാദി എഴുത്താണി എടുത്ത് കയ്യിൽ ചക്രം വരച്ച് ജപിച്ചു. ഒന്നും അറിയാത്ത പോലെ നടന്നു. നായ പിന്നാലെ വാലാട്ടി വന്നു. ചുട്ട കോഴിയെ പറപ്പിച്ച മന്ത്രവാദിയായിരുന്നു എരോമൻ നായർ. വീട്ടിലെത്തി നായയെ തൂണിൽ പിടിച്ചു കെട്ടിയിട്ട് രാവിലെ ആളുകളെ വിളിച്ചു വരുത്തി. എല്ലാവരും കാണെ നായയെ വെള്ളത്തിൽ മുക്കി. ചെവി മുങ്ങിയപ്പോൾ നായയുടെ സ്ഥാനത്ത് പറയൻ നിൽക്കുന്നു. ചെവി മുങ്ങിയപ്പോൾ പഴയ രൂപം കിട്ടാനെന്തേ? അന്ന് സംശയം തോന്നി. ഇപ്പോൾ മുത്തശ്ശിക്ക് പറയാതെ തന്നെ എല്ലാം ഉണ്ണിക്ക് അറിയാം. ചെവിയിലാണ് ഒടി മറിയാനുള്ള മരുന്ന് വയ്ക്കുക. അത് നനഞ്ഞാൽ പഴയ രൂപം തന്നെ ആവുന്നു. അവനെ ചട്ടുകം പഴിപ്പിച്ച് ചൂടുവെച്ചു മേലിൽ ഒടിക്കില്ലെന്ന് സത്യം ചെയ്യിച്ചു വിട്ടു. ഒടിയന്മാർ സത്യം തെറ്റി നടക്കില്ല. ഉണ്ണി പേടിയോടെ ചുറ്റും നോക്കി. താൻ തെക്കിനിയിലാണ്. ഭയപ്പെടാനില്ല. നടപ്പുരയിൽ നിന്ന് അമ്മയും ഓപ്പോളുടെയും മീനാക്ഷി അമ്മയുടെയും ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മാമ്മ വന്നിട്ടില്ലേ? വേനാക്കത്തെ തിരഞ്ഞുകൊണ്ട് മീനാക്ഷി അമ്മ തെക്കിനിയിലേക്ക് വന്നു. അമ്മാമ്മ വന്നില്ലേ മീനാക്ഷിയമ്മേ? മീനാക്ഷി അമ്മ വാതിലിൻ്റെ മുകളിൽ തപ്പുന്നതിനിടയിൽ പറഞ്ഞു. അമ്മാമ്മ കാത്തിരിക്കുക. അമ്മാമ്മ അക്കരയ്ക്ക് പോയില്ലേ? ഓ, അതറിഞ്ഞില്ല. അക്കരയ്ക്ക് പോയി എന്ന് വെച്ചാൽ അമ്മായിയുടെ വീട്ടിലേക്ക്. പുഴയുടെ അക്കരയിലാണ് അമ്മായിയുടെ വീട്. അത് നന്നായി. അമ്മാമ്മയോട് കണ്ടങ്കാളിക്ക് പകയുണ്ടാവുക. അമ്മാമ്മയെ ഒടിക്കാൻ വേണ്ടി വന്നാൽ തന്നെ അമ്മാമ്മ ഇവിടെ ഇല്ലല്ലോ. അക്കരയ്ക്ക് പോയത് കണ്ടങ്കാളിക്ക് അറിയില്ല. തെക്കിനിയുടെ കുത്തഴിയിലൂടെ ഉണ്ണി പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. കളമുറ്റത്ത് കുറ്റിപ്ലാവിൻ്റെ നിഴൽ ഒരു കറുത്ത ഭൂതം പോലെ നിൽക്കുന്നു. നിലാവുള്ള രാത്രികളിലാണത്രേ ഒടിയന്മാർ പുറത്തിറങ്ങുക. വാഴക്കൂട്ടത്തിൽ കാളയോ മറ്റോ അനങ്ങുന്നുണ്ടോ? ഒടിയന് ഇഷ്ടമുള്ള രൂപത്തിൽ വരാം. കാളയാവാം, നായയാവാം, കുഴലാവാം, ചിലപ്പോൾ വൈക്കോൽ കൊണ്ടയും വേലിയുമാവും. എല്ലാവരുടെയും ഊണ് കഴിഞ്ഞിരിക്കുന്നു. അവർ നടപ്പുരയിലിരുന്ന് സംസാരിക്കുകയാണ്. ഇവർക്ക് ആർക്കും ഒരു വിചാരവുമില്ലല്ലോ. അമ്മാമ്മ ഇന്ന് രാത്രി രക്ഷപ്പെട്ടത് നല്ല കാര്യം തന്നെ. പക്ഷേ ഒടിയനായി കണ്ടങ്കാളി വന്നാൽ ആരാണൊരു തുണ? ആണായി ഉണ്ണി മാത്രമേ ഉള്ളൂ. നേരത്തെ വാതിലുകൾ അടച്ച് കിടക്കേണ്ടതാണ്. പക്ഷേ അമ്മയ്ക്ക് യാതൊരു വിവരവുമില്ല. മുത്തശ്ശി കൂടി കണ്ടങ്കാളിയെ അമ്മാമ്മ തല്ലിയ കാര്യം മറന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. ദേഷ്യം വരുന്നുണ്ട്. വ്യസനവും തോന്നുന്നുണ്ട്. വാതിലുകളും ജനലുകളുമൊക്കെ അടച്ചാലും ഒടിയന് വേണമെങ്കിൽ അകത്തു കിടക്കാം. വണ്ടായി പറന്നു വരുമ്പോൾ എന്തു ചെയ്യും? മുമ്പൊരിക്കൽ രാത്രിയിൽ ഒരു വലിയ വണ്ട് പറന്നു വീണ് മലർന്നു കിടന്ന് ഒച്ചയോടെ തിരിയാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി ഓട്ടുപാത്രം കൊണ്ട് മൂടാൻ പറഞ്ഞു. തമല കൊണ്ട് ഉണ്ണി മൂടി വെച്ചു. എന്തിനാ മുത്തശ്ശി മൂടി വെക്കണ? രാത്രിയിൽ വണ്ട് വന്നാൽ അങ്ങനെയാ.
രാത്രിയിലത്തെ വണ്ട് എന്താ ചെയ്യുക? ചിലപ്പോൾ ശത്രുക്കളാവും. ശത്രുക്കൾ എന്ന് മുത്തശ്ശി പറയുമ്പോഴെല്ലാം അത് ഒടിയന്മാരെ പറ്റിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അടുക്കള വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടു. ഹാവോ, ഇപ്പോഴെങ്കിലും മീനാക്ഷി അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഉമ്മറ വാതിലും അടച്ചപ്പോൾ അല്പം ഒരാശ്വാസം തോന്നി. അമ്മ വിളിച്ചു, ഉണ്ണിക്ക് കിടക്കാറായില്ലേ? അവൻ പുസ്തക സഞ്ചി ചുമരിലെ ആണിയിൽ തൂക്കി തെക്കേ അകത്തേക്ക് നടന്നു. കട്ടിലിൽ അമ്മ കിടക്കും, താഴെ കോസറിയിൽ അവനും. അടുത്ത മുറിയിലാണ് ഓപ്പോള്. തുണയ്ക്ക് മീനാക്ഷി അമ്മയുണ്ട്. വടക്കിനിയിലെ ഉയരം കുറഞ്ഞ കട്ടിലിലാണ് മുത്തശ്ശി കിടക്കുക. വിളക്കുകൾ കെടുത്തി. വീട് ഇരുട്ടിൽ മുങ്ങി. അടഞ്ഞു കിടന്നിരുന്ന ജനൽ അമ്മ തുറന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, വല്ലാത്ത പുഴുക്കം. പുഴുക്കം കൊണ്ട് ആൾ മരിക്കില്ല. ജനലിലൂടെ വണ്ട് വന്നാലോ? അമ്മയ്ക്ക് ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ. എഴുന്നേറ്റ് അടച്ചാൽ കൊള്ളാമെന്നുണ്ട്. അമ്മ ചീത്ത പറയും. പോരാത്തതിന് ധൈര്യവുമില്ല ജനാലയ്ക്കടുത്ത് ചെല്ലാൻ. ജനൽ കാണത്തവണ്ണം മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. കണ്ണടച്ച് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. പുറത്തു നിന്ന് എന്തെല്ലാമോ അനക്കങ്ങൾ കേൾക്കുന്നുണ്ട്. തൊഴുത്തിൽ നിന്നാണോ? ദൂരെ നിന്ന് ഒരു നായ ഓളിയിട്ടു. ഒടിയന്മാർ പുറത്തിറങ്ങുമ്പോഴാണ് നായ്ക്കൾ ഓളിയിടുക. കണ്ടങ്കാളി പുറപ്പെട്ടിട്ടുണ്ടാവും. അമ്മാമ്മയില്ല. അമ്മാമ്മ പത്തായപ്പുരയുടെ മുകളിൽ കിടക്കുമ്പോൾ എളുപ്പത്തിൽ വണ്ടായി അകത്തു കിടക്കാം. അമ്മാമ്മ പോയത് നന്നായി. പക്ഷേ ഒരു നടുക്കത്തോടെ ഉണ്ണി അക്കാര്യം ഓർമ്മിച്ചത്. ഒടിക്കാനിറങ്ങിയാൽ പിന്നെ അവർക്ക് വെറുതെ തിരിച്ചു പോകാൻ പാടില്ല. അതൊരു നിയമമാണ്. അതനുസരിച്ചില്ലെങ്കിൽ ഒടിയൻ്റെ ശക്തി കുറയും. അപ്പോൾ അമ്മാമ്മയില്ലെങ്കിൽ ഈ വീട്ടിലെ ആരെങ്കിലും? ഉണ്ണിയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവൻ തലയിണയിൽ മുഖം അമർത്തി. കുന്നും പുറത്തു നിന്ന് കൊട്ട് കേൾക്കുന്നില്ല. നിത്യവും കണ്ടങ്കാളിയുടെ ചാളയിൽ നിന്ന് കൊട്ട് കേൾക്കാറുള്ളതാണ്. പാതിരാ വരെ ചെണ്ടയുടെ ശബ്ദമുണ്ടാവും. പാടത്തിൻ്റെ കരയിലെ പറച്ചാളകളിൽ നിന്ന് 4-5 ചെറുക്കന്മാർ കൊട്ടു പഠിക്കാൻ വരുന്നുണ്ട്. ചെണ്ടയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് നിത്യവും ഉറങ്ങുക പതിവ്. ഇന്ന് അനക്കമില്ല. കണ്ടങ്കാളി ചാളയിൽ ഉണ്ടായിട്ട് വേണ്ടേ? മുറ്റത്തുകൂടെ ഒരു നായ ഓടിപ്പോയി. ഉവ്, ശബ്ദം വ്യക്തമായി അവൻ കേട്ടു. വടക്കേലെ പാണ്ഡൻ നായയെ രാത്രി അഴിച്ചുവിട്ടാൽ അവിടുത്തെ മുറ്റത്താണ് പാഞ്ഞു നടക്കുക പതിവ്. അതാണോ? അതോ വാഴത്തോട്ടത്തിലോ പത്തായപ്പൊരിയുടെ പിന്നിലോ എവിടെയെങ്കിലും ഒടിയൻ കണ്ടങ്കാളി നിൽക്കുന്നുണ്ടാവും. വണ്ടായി മാറാൻ തോന്നല്ലേ? മരുന്ന് ചെവിയിൽ വെച്ച് ആദ്യം വിചാരിക്കുന്ന രൂപമായി മാറുകയാണ് പതിവ്. ആ മരുന്ന് വല്ലാത്തതാണ്. അത് ഒടിയന്മാരുടെ കൈവശം മാത്രമേ ഉണ്ടാവൂ. അവർക്ക് മാത്രമേ അത് ഉണ്ടാക്കാനും അറിയൂ. ഒരൊടിയൻ മരിച്ചു കിടക്കുമ്പോൾ ആ മരുന്ന് മറ്റൊരുത്തിന് ഉപദേശിക്കും. ആ മന്ത്രവും. ഒടിയന്മാരെ പറ്റിയുള്ള കഥകളെക്കാളും അധികം ഉണ്ണിയെ ഭയപ്പെടുത്താറുള്ളത് ആ മരുന്നിൻ്റെ കഥയാണ്. ഒടിമന്ത്രം പഠിച്ചു കഴിഞ്ഞ പറയൻ രാത്രി വീടിൻ്റെ പുറത്തു നിന്ന് നിൽക്കുന്നു. അവൻ ജപിക്കാൻ തുടങ്ങിയാൽ അകത്തെ കടിഞ്ഞൂൽ ഗർഭമുള്ള സ്ത്രീ തനിയെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തു പോവും, ഒച്ചയുണ്ടാക്കാതെ. വയർ കീറി ഗർഭത്തിലെ കുഞ്ഞിനെ പറയൻ പുറത്തെടുക്കും. സ്ത്രീ അറിയില്ല. വയർ തുന്നിക്കെട്ടും. സ്ത്രീ അറിയില്ല. അവൾ പഴയ പോലെ ഒച്ചയില്ലാതെ അകത്തു വന്ന് കിടക്കും. രാവിലെ നോക്കുമ്പോൾ സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ടാവും. ആർക്കും കാരണമറിയില്ല. എല്ലുറയ്ക്കാത്ത കുഞ്ഞിനെ കൊണ്ടാണ് മരുന്നുണ്ടാക്കുന്നത്. പുറത്ത് ഒടിയൻ വന്നു നിൽക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീ ഒച്ചയുണ്ടാക്കാതെ ബോധമില്ലാതെ പുറത്തേക്ക് പോവുക. ഓർക്കുമ്പോൾ ശരീരം വിറയ്ക്കുന്നു. ഇപ്പോൾ കണ്ടങ്കാളി പുറത്തുണ്ടാവുമോ? തീരെ ആലോചിച്ചിട്ടില്ലാത്ത ഒരാപത്ത് അപ്പോഴാണ് മനസ്സിൽ ഉദിച്ചത്. ഓപ്പോള്, എൻ്റെ ഈശ്വര, ഓപ്പോള് കടിഞ്ഞൂൽ പ്രസവത്തിന് വന്നിരിക്കുകയാണ്. കണ്ടങ്കാളി പകപോക്കാൻ പുറത്തുനിന്ന് ഒടിമന്ത്രം ജപിച്ചാൽ ജനാലയിലൂടെ വണ്ടായി വന്ന് തന്നെ ഒടിച്ചു കൊല്ലുന്ന കാര്യം ഉണ്ണി മറന്നു. ഓപ്പോളുടെ കാര്യമാണ് മനസ്സിൽ മുഴുവൻ. ഓപ്പോളുടെ വയറ്റിൽ ഉണ്ണിമാമ എന്ന് വിളിച്ചു നടക്കാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ട്. കിതച്ചുകൊണ്ട് ചെവിയോർത്തുകൊണ്ട് ഉണ്ണി കിടന്നു. പുറത്ത് അനക്കങ്ങളുണ്ട്. വാഴക്കൂട്ടത്തിൽ ചപ്പല് ശബ്ദിക്കുന്നു. തൊഴുത്തിൽ നിന്ന് ശബ്ദങ്ങൾ. ദൂരെ എങ്ങു നിന്നോ നായ്ക്കൾ ഓളിയിടുന്നു. അമ്മ ഉറങ്ങിയിരിക്കുന്നു. മീനാക്ഷി അമ്മയുടെ കൂർക്കം വലി കേൾക്കുന്നുണ്ട്. ഓപ്പോളും മുത്തശ്ശിയും എല്ലാം ഉറങ്ങിക്കാരിക്കും. ഓപ്പോൾ കിടക്കുന്ന കട്ടിൽ ശബ്ദിച്ചു. ഉണ്ണി കിതച്ചുകൊണ്ട് തലപൊക്കി ശ്രദ്ധിച്ചു. അതെ, ഓപ്പോളുടെ കട്ടിലാണ് കരകരെ ശബ്ദിച്ചത്. കാൽപെരുമാറ്റം. ഓപ്പോൾ തന്നെ. പുറത്തേക്ക് പോവുകയാണോ? കാൽപെരുമാറ്റം കുറേ കൂടി വ്യക്തമായി കേട്ടു. അറയുടെ വാതിൽ ശബ്ദിക്കുന്നു. എഴുന്നേറ്റ് ചെന്ന് ഓപ്പോളെ കെട്ടിപ്പിടിച്ച് തടഞ്ഞു നിർത്തണമെന്നുണ്ട്. എഴുന്നേക്കാൻ വയ്യ. അരുത്, പോകരുത് ഓപ്പോളെ, പോകരുത്. പുറത്ത്, എൻ്റെ ഓപ്പോളെ. കാൽപെരുമാറ്റവും വാതിലിൻ്റെ ശബ്ദവും അവൻ കേട്ടില്ല. ഒരാഴത്തിലേക്ക് താഴുകയാണ്. ഒടിയൻ എത്താത്ത ഒരാഴത്തിലേക്ക് താണു പോവുകയാണ്.
അമ്മ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. നേരം വൈകിയിരിക്കുന്നു. സ്കൂളുള്ള ദിവസമാണ്. കഴിഞ്ഞ രാത്രിയെപ്പറ്റി അപ്പോഴാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് എല്ലാം വ്യക്തമായി. ഒരു തേങ്ങൽ തൊണ്ട വരെ എത്തി. പുറത്തേക്കോടി. നടപ്പുരയിലെത്തിയപ്പോൾ ഓപ്പോളുണ്ട് വലിയ വയർ താങ്ങി പ്രയാസപ്പെട്ടിരുന്ന നേന്ത്രക്കായ നുറുക്കുന്നു. ഓപ്പോൾക്കൊന്നും പറ്റിയിട്ടില്ല. പുറത്തു വന്നു നിന്നുവെങ്കിലും കണ്ടങ്കാളി ഒടിമന്ത്രം ജപിച്ചില്ല. പല്ലു തേക്കുമ്പോഴും കഞ്ഞി കുടിക്കുമ്പോഴുമെല്ലാം കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മ മനസ്സിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. പുസ്തക സഞ്ചിയുമെടുത്ത് മേലേപ്പടി കയറി വേഗം നടന്നു. ഇല്ലത്തെ മേൽപ്പുറത്തേക്ക് തിരിയുമ്പോൾ ഒരു വിളി കേട്ടു. ചെറിയമ്പരാ. ഒടിയൻ കണ്ടങ്കാളി. മുഷിഞ്ഞു കീറിയ ഒരു തുണി കൊണ്ട് പുതച്ച് ചുവന്ന പല്ലു കാണിച്ച് ചിരിച്ചുകൊണ്ട് കണ്ടങ്കാളി വളഞ്ഞു കുത്തി നിൽക്കുന്നു. ഉണ്ണിക്ക് എന്തോ ഭയം തോന്നിയില്ല. ചെറിയമ്പുരാൻ പുഗ്. ആ, വല്യമ്പുരാട്ടിയുടെ കൊയമ്പ് ഒരു തുള്ളി കണ്ടങ്കാളിക്ക് നാളെ കൊണ്ടെന്ന് തരണം. ഉണ്ണി ഒന്നും പറയാതെ അത്ഭുതത്തോടെ കണ്ടങ്കാളിയെ നോക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്ന പോലെ ഉണ്ണി ചോദിച്ചു, ഇന്നലെ എന്താ കണ്ടങ്കാളി കൊട്ടാത്തത്? മേലെനക്ക് വയ്യാണ്ട് കിടക്കുകയായിരുന്നു ചെറിയമ്പുര. അടിയൻ്റെ തെറ്റന്നെയാ. വല്യമ്പുര അമ്മിണി തച്ചു. കണ്ടങ്കാളി കഴുത്തും വാരിയും തടവി. ചോദിച്ചാൽ വല്യമ്പുരാട്ടി തരില്ല. ചെറിയമ്പുരാൻ ഒരു തുള്ളി കൊയമ്പ് അടിയന് കൊണ്ടെന്ന് തരണം. ചുവന്ന പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് കണ്ടങ്കാളി വളഞ്ഞൊടിഞ്ഞു നിന്നു. ഉണ്ണി തലയാട്ടിക്കൊണ്ട് നടന്നു. കണ്ടങ്കാളി പിന്നെയും പറഞ്ഞു, ചെറിയമ്പുരാൻ വരാണ്ടായപ്പോൾ പേരേമ്പിൽ കായില്ലാണ്ടായി. ഉണ്ണി കുറേ ദൂരത്തെത്തിയപ്പോൾ കണ്ടങ്കാളി വീണ്ടും ഓർമ്മിപ്പിച്ചു, കൊയമ്പ് മറക്കല്ലി ചെറിയമ്പുരാ. ഉണ്ണിയുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. ഒടിയുടെ കാര്യമായിരുന്നില്ല അപ്പോൾ മനസ്സിൽ. മുത്തശ്ശിയുടെ കാൽപ്പെട്ടിയുടെ താക്കോൽ എവിടെയാണ് വെക്കാറ് എന്നാലോചിച്ചുകൊണ്ട് അവൻ ധൃതിയിൽ നടന്നു.